ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി കുറേ വരുന്നുണ്ടല്ലോ. ഞാൻ കുറേ കാശം ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അത് കുഴപ്പം. കുറച്ച് പേര് നമുക്ക് കമൻറ്റും കാണാൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കൊല്ലം എന്ന് വേണമെങ്കിൽ പറയാം, ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. 5 ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, എൻ്റെ കയ്യിൽ കുറേ കാർഡുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാർഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എന്താ പറയുക, ബോസ്റ്റ് അടിക്കല്ല, അതായത് പൊക്കി പറയല്ല. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലോണാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഉള്ളതെന്ന് പറയുന്നത് വലിയ കാര്യമുള്ള സംഭവം ഒന്നല്ല. പക്ഷേ നമ്മളിത് കുറേ എണ്ണം നമ്മൾ ആക്ച്വലി നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ ഇത്ര അധികം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എൻ്റെ കറണ്ട്ലി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കറണ്ട്ലി ഉപയോഗിക്കുന്ന 5 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും കൂടുതലുണ്ടായിരുന്നു. നമ്മളെന്താ വെച്ചാൽ മിക്ക ക്രെഡിറ്റ് കാർഡ്സുകളും ഇതുപോലെ അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോ പർപ്പസിന് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഡിഫറെൻറ്റ് സംഭവം തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. നോർമലി ഞാനൊരു മാക്സിമം ഒരു 8-7 ഒക്കെ മാക്സിമം ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. കൊറോണത്തിൽ ഞാൻ എന്താ പറയുക ഡീആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു. പിന്നെ പകുതി എണ്ണം ഫ്രീ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് മൾട്ടിപ്പിൾ കാർഡ്സുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലിമിറ്റ് നമ്മുടെ കൂടും. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക 30% അപ്പോൾ ടോട്ടൽ ലിമിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അതാണ് ശരിക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പക്ഷേ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡുകളുടെ ഡേറ്റ് ഒക്കെ മിസ് ആയി കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആവും. അല്ലാണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഈ കൊല്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ കൊല്ലത്തിൽ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന 5 ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതിൽ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്നാപ്ഡീലിൻ്റെ BOB ക്രെഡിറ്റ് കാർഡാണ്. ഇത് ഞാൻ ആക്ച്വലി വന്നു എന്താ വെച്ചാൽ അത് റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് UPI ആപ്പിൽ ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. നമ്മുടെ എല്ലാ ഓൺലൈൻ UPI ട്രാൻസാക്ഷൻ നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന UPI കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സ്നാപ്ഡീൽ BOB കാർഡിനെ. ഈ പറയുന്ന നമ്മുടെ 5 കാർഡുകളുടെയും നമ്മുടെ റെഫറൽ ലിങ്ക് സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ കാർഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ലിങ്ക് ത്രൂ കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ കൊടുക്കാൻ നോക്കുക. ഇതിലില്ലാതെ നമ്മുടെ റെഫറൽ ലിങ്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഈ കൊല്ലത്തിൽ തന്നെ നോർമലി നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളുടെ അപ്രൂവൽ റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര മിനിമലിസ്റ്റ് ആണ്. അതായത് അത്രയും റിജക്ഷൻ റേറ്റ് അപ്പോൾ കൂടിക്കുന്നത്. എന്ന് വെച്ചാൽ റീസെൻ്റ്ലി RBIയുടെ റൂളും അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡുകളുടെ എന്താ പറയുക ഡെപ്റ്റ് കൂടി വരുന്നതും അതുകൊണ്ടൊക്കെ തന്നെ ആക്ച്വലി RBIയുടെ സൈഡിൽ നിന്ന് ശരിക്കും ബാങ്കുകൾക്കൊക്കെ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എന്താ പറയുക ഇത് യൂസ് ചെയ്യാൻ അറിയുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല സിബിൽ സ്കോറിലുള്ളവർക്ക്, നല്ല സിബിൽ ക്രെഡിറ്റ് ഹിസ്റ്ററിലുള്ളവർക്കൊക്കെയാണ് ആക്ച്വലി ഇത് കിട്ടുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞ അപ്രൂവൽ റേറ്റ് കൂടുതൽ അല്ലെങ്കിൽ കുറയുന്നൊക്കെ പറയുന്നത്. ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ല കേട്ടോ. അതായത് കുറേ പേരെ വിചാരം ഇത് ചുമ്മാ തമ്മിൽ അല്ലെങ്കിൽ എന്താ പറയുക ക്ലിക്ക് ബൈറ്റാന്നൊക്കെ വിചാരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ BOB സ്നാപ്ഡീൽ കാർഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ എൻ്റെ 3 കാർഡുകളുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഞാൻ ഗോൾഡ് കാർഡും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് ഏൺ കാർഡും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മെജോറിറ്റി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ്. എന്താ വെച്ചാൽ നമുക്കിതിൽ 1.5 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആനുവൽ ഫീസ് ഓഫ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇത് ആക്ച്വലി അവരുടെ ഒരു പ്രീമിയം കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല റിവാർഡ് റേറ്റും സംഭവങ്ങളൊക്കെ കിട്ടുന്ന കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പം മെജോറിറ്റി കടകളിൽ നമുക്ക് പെസപ്പെഡ് ആവുന്നുണ്ട്. ആദ്യം ഞാൻ എടുത്ത സമയത്തൊക്കെ ഇതിപ്പോൾ ഞാൻ Amex എടുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 1 ഇയർ ആവാറായിട്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഏൺ കാർഡായിരുന്നു. അതിന് ശേഷമാണ് മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ് എടുത്തത്. അതിന് ശേഷമാണ് ഗോൾഡ് കാർഡ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആനുവൽ ഫീസ് എന്ന് പറയുന്നത് എന്താ പറയുക, ആനുവൽ ഫീസും ജോയിൻ ഫീസ് എന്ന് പറയുന്നത് 1000 4,500 രൂപയാണ്, പ്ലസ് GST വരും. അതുപോലെ തന്നെ നിങ്ങൾ 90,000-യും 1 ലക്ഷത്തിൻ്റെ ഇടയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ ഫീസ് പകുതിയാവും. 1 ലക്ഷം രൂപ മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേ ഓഫ് ചെയ്ത് കിട്ടും. അപ്പോൾ സ്നാപ്ഡീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് 295 സംതിങ് ആണ്, 395 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കൺഫേം ചെയ്യട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആനുവൽ ഫീസ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, BOB കാർഡുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക അപ്രൂവലായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഞാൻ ഈ സാധനം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഈ സാധനം അപ്രൂവൽ മെസ്സേജ് വരാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 25 ദിവസം കൊണ്ട് പിടിച്ചു. പിന്നെ കാർഡ് കിട്ടാൻ ഓൾമോസ്റ്റ് ഒരു 1 വീക്കും. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മാസം എടുത്തിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ എടുത്ത് പറയാൻ കാരണം കേട്ടോ. എന്താ വെച്ചാൽ അത്രയ്ക്കും കുറച്ച് ഭയങ്കര ഷോക്കാണ് സ്നാപ്ഡീലിൻ്റെ. എന്താ വെച്ചാൽ അപ്രൂവൽ ആയിക്കോട്ടെ 249 രൂപ പ്ലസ് GST ആണ് ആനുവൽ ഫീസും ജോയിൻ ഫീസ് വരുന്നത് സ്നാപ്ഡീലിൻ്റെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞു സ്നാപ്ഡീലിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് സംഭവം കിട്ടുക. ഞാൻ എടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ Amex കാർഡാണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് അറിയിക്കാൻ എൻ്റെ സാംസങ്ങിൻ്റെ കുറേ പ്രൊഡക്ട്സുകളുണ്ട്. നമ്മുടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സെക്കൻഡറി ഫോണായിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോൺ ഇത്, പിന്നെ നോർമൽ S23 ഉണ്ട്, പിന്നെ നമ്മുടെ ടാബ് S9 ടാബൊക്കെ എൻ്റെ സാംസങ് ആണ്, പിന്നെ എൻ്റെ വാച്ച് ഉണ്ട്. അങ്ങനെ കുറേ പ്രൊഡക്ട്സുകൾ നമ്മൾ സാംസങ്ങിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് 10% എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും. അതല്ലാണ്ട് നമുക്ക് ബാക്കി നോർമൽ പോലെ ഉപയോഗിക്കാം. ഇത് വിസ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണ്, അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലായിടത്തും അക്സെപ്റ്റാണ്. അപ്പോൾ ഇതിന് മാത്രമായിട്ട് അല്ലെങ്കിൽ സാംസങ് പ്രൊഡക്ട്സ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കോബ്രണ്ടർ കാർഡാന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ നോർമൽ കാർഡാണ്. ഇതിന് ആക്ച്വലി ഒരു വേറെ വേരിയൻ്റ് കൂടി ഉണ്ട്. ഇതിനും 1,250 പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ കാർഡ്. 4ാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈൻ പർപ്പസിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് മിക്ക ഓൺലൈൻ പർച്ചേസുകൾക്കും നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആയി കിട്ടും. 999 പ്ലസ് GST ആനുവൽ ഫീസും ജോയിനിങ് ഫീസും വരുന്നത്. അപ്പോൾ ഇതാണ് ആ കാർഡ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങി എനിക്ക് തോന്നുന്നു 2 കൊല്ലം ഓൾമോസ്റ്റ് അടുത്ത ആവറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാർഡാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ ഈ ആപ്പിൾ വാച്ച് അൾട്രയൊക്കെ ഞാൻ വാങ്ങിച്ചത് ഈ കാർഡ് കൊണ്ടാണ്, ആമസോണിൽ നിന്ന്. അപ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടി. പിന്നെ ആപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ആപ്പിൾ കാർഡ് എന്തായാലും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ കാർഡൊക്കെ സാംസങ് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ സാംസങ്ങിൻ്റെ കാർഡ് ഉപയോഗിക്കുക. പക്ഷേ ആപ്പിൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ആപ്പിൾ കാർഡ് നമുക്ക് എന്തായാലും ഇന്ത്യയിലില്ല, HDFC കാർഡായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആപ്പിൾ എന്താ പറയുക, ഐഫോൺ ആയിക്കോട്ടെ, ഇപ്പോൾ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, മാക്ബുക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഞാൻ ഈ സാധനം ഉപയോഗിച്ചത്. എന്താ വെച്ചാൽ ഞാൻ എല്ലാം ആമസോണിൽ വാങ്ങിക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് സംഭവം കിട്ടി. ഇപ്പോൾ ഇതിന് തന്നെ നമുക്ക് അൾട്രാ 2 പ്രൈസ് വരിക 90,000 ഓൾമോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് 5% നമുക്ക് ശരിക്കും ക്യാഷ് ബാക്ക് എന്ന് തന്നെ പറയാം. കറക്റ്റ് ഡയറക്റ്റ്ലി നമ്മുടെ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ബാക്കി ടോട്ടൽ എമൗണ്ട് അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഈ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡിന് കിട്ടുന്നുണ്ട്. ഇതിന് ആക്ച്വലി ആദ്യം ഇത് ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ ഇതിന് എയർപോർട്ട് ലോഞ്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു കിട്ടാം. പിന്നെ ലാസ്റ്റ് കാർഡാണ് നമ്മുടെ സ്വിഗ്ഗിയുടെ HDFC ക്രെഡിറ്റ് കാർഡ്. ഇത് ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഡിസംബർ 31 വരെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. 10% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി, അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്ക് ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ കുറേ സംഭവമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മാസ്റ്റർ കാർഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഡ് കാണിക്ക് ആക്ച്വലി HDFC ബാങ്കിൻ്റെ ഏറ്റവും ഒരു ലുക്കുള്ള കാർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വിഗ്ഗി HDFC കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും നല്ല ലുക്കാണ് ഞാൻ തന്നെ വരുന്നത്. പോരാത്തിന് ഇത് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണ്, ഡിസംബർ ലാസ്റ്റ് വരെ ലൈഫ് ടൈം ഫ്രീ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാർഡുകളിലൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. നോർമലി ഈ HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിന് നോർമലി ഇൻകം പ്രൂഫും കാര്യങ്ങളും ചോദിക്കാറില്ല. എന്താ വെച്ചാൽ ഒന്നാമത് കോബ്രണ്ടർ ക്രെഡിറ്റ് കാർഡാണ്. നോർമലി ഡയറക്റ്റ് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ HDFCയുടെ ഡയറക്റ്റ് കാർഡ്, മില്ലേനിയ കാർഡ്, അതിനൊക്കെയാണ് നോർമലി ചോദിക്കുന്നത്. മില്ലേനിയ കാർഡിനാണ് നമുക്ക് നോർമലി HDFCയുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് കാർഡ് ആവണം. ഈ കാർഡായി നമുക്ക് ആമസോണിൽ കിട്ടുന്ന ഓഫർ, ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന ഓഫർ ഒന്നും HDFC ബാങ്കിൻ്റെ ഓഫർ കിട്ടില്ല. അതാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച 5 ക്രെഡിറ്റ് കാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പറയണം വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, നമ്മൾ അതിലും റിപ്ലൈ കൊടുക്കാറുണ്ട്. പേജ് ഫോളോ അടിച്ചാൽ മതി, ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട. അടുത്ത കാണാം. ബൈ.